ഹായ് ഓൾ. ഒരുപാട് കുട്ടികൾക്കുള്ള ഒരു ഡൗട്ടാണ്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ബട്ട് എനിക്ക് ACCA, CMA, CA പോലുള്ള കോഴ്സസ് ചെയ്യണം. എനിക്ക് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെന്നുള്ളത്. ഗൈസ്, അങ്ങനെ ഒരു ഡൗട്ട് വെക്കുകയേ ചെയ്യരുത്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലക്ഷ്യത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു എഫേർട്ട് ഇട്ടാൽ അവിടേക്ക് എത്താവുന്നത് തന്നെ ഉള്ളൂ കേട്ടോ. ആൻഡ് ദെൻ BCom പ്ലസ് ACCA പറ്റിയിട്ട് ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിരുന്നു. അതായത് ഇൻ്റഗ്രേറ്റഡ് കോഴ്സസിലെ 9 പേപ്പർ എക്സംഷൻ ഉള്ളത്. അതിനെ പറ്റിയിട്ട് ഞാൻ എൻ്റെ വീഡിയോസിൽ ഒരുവിധം എല്ലാത്തിലും അതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കുട്ടികൾക്ക് അത് നേരെ മനസ്സിലായിട്ടില്ല തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരൊറ്റ റീസൺ മാത്രമേ ഉള്ളൂ ഇത് എടുക്കണ്ടെന്ന് പറയാനുള്ള കാരണം. അതായത് എന്തെടുക്കണ്ടെന്നുള്ളത്, BCom പ്ലസ് ACCA 9 പേപ്പർ എക്സംഷൻ കിട്ടുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ. നമ്മൾ ഡയറക്റ്റ് +2 കഴിഞ്ഞ് പോകുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇങ്ങനെ വിളിക്കും, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ എന്താ പറയുക, ഫുൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ട് നിങ്ങളത് എടുക്കണേൻ്റെ ആ വക്കത്തിരിക്കാവും. ഈ ഒരു കാര്യം കൂടി കേൾക്കുക. നിങ്ങൾക്കുണ്ടല്ലോ ACCA ആവും, അതായത് എനിക്ക് പഠിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ആണെങ്കിൽ, അങ്ങനെ നല്ലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ യു ക്യാൻ ഡൂ ദാറ്റ്. ബട്ട് അങ്ങനെ വിശ്വാസമില്ല, എനിക്കൊരു പേടിയുണ്ട്, ജയിക്കുമെന്നൊക്കെ ഒരു പേടിയുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് എടുക്കുകയേ ചെയ്യരുത്. ബിക്കോസ് നമ്മളുണ്ടല്ലോ പഠിച്ച് പകുതി എത്തുമ്പോഴാവും മനസ്സിലാവുക, അയ്യോ എനിക്ക് പറ്റണില്ലല്ലോ എന്നുള്ളത്. അപ്പോഴേക്കും നിങ്ങളുടെ കയ്യിലത്തെ പൈസ മൊത്തം അവിടെ പോയിട്ടുണ്ടാവും. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയാതെ EMI ആയിട്ട് അടച്ചാൽ മതി, അങ്ങനെ അടച്ചാൽ മതി, അതൊന്നും കേൾക്കരുത്. അതൊക്കെ വെറും അവരുടെ എന്താ പറയുക, മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഫുൾ ബിസിനസ് മൈൻഡഡ് ആണ്. അതൊക്കെ നിങ്ങൾ ആലോചിക്കുക. നമ്മൾ +2 ബിസിനസ് അല്ലേ പഠിച്ച് വന്ന്, അവസാനത്തെ ചാപ്റ്ററാണ് മാർക്കറ്റിംഗ് ഒക്കെ. സോ പ്ലീസ് ബി അവെയർ ഓഫ് ദാറ്റ്. ജസ്റ്റ് നിങ്ങൾ അഡ്വാൻറ്റേജസ് മാത്രം കേൾക്കരുത്. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ തീരെ ഇങ്ങനെ പഠിക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെയാണ് ഇതിൽ വന്ന് വീഴണത്. മനസ്സിലായോ? അതായത് ഇത്രയും കാലം കളിച്ച് നടന്നിട്ട് പെട്ടെന്നൊരു ചേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മുടെ കൂടുതൽ പൈസയും പോവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 9 പേപ്പർ നേരെ പഠിച്ചില്ലെങ്കിൽ P-level നേരെ സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മുടെ കുറേ പൈസ പോണതാണ്. സോ തിങ്ക് ട്വൈസ്. കുറേ തിങ്ക് ചെയ്യുക. ഓക്കെ, ഞാൻ എന്തായാലും ഇങ്ങനെ വെറുതെ ഒന്നും വന്ന് പറയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഉണ്ടല്ലോ, ഇതാ ഈ വീഡിയോയിലാണ് ഞാൻ പറയുന്നത്. ഇതിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ പരസ്യമാണതാ. ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇങ്ങനെ ടൈം സ്റ്റാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലോങ് ആയിട്ട് തോന്നുകയാണെങ്കിൽ, വീഡിയോ ലോങ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ടൈം സ്റ്റാമ്പ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ് അത് മാത്രം ഇരുന്ന് കാണാം. ഇതിലിതാ ACC പ്ലസ് BCom എടുക്കുന്നതിനെ പറ്റിയിട്ട് എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു വീഡിയോയിൽ ഇതുണ്ടോ, ഈ പാർട്ട് 3 ഞാൻ അതിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനെ പറ്റിയിട്ട് എക്സംഷൻസിൻ്റെ റിയാലിറ്റി, അതുപോലെ തന്നെ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ ബെറ്റർ, അതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പാർട്ട് 3 കണ്ടിട്ടുണ്ട്. അതൊന്നും അധികം ആരും കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇത് പറഞ്ഞ പോലെ ലോങ് ആയതുകൊണ്ടാവാം. സോ അങ്ങനെ ടൈം സ്റ്റാമ്പ് മാത്രം എടുത്ത് കാണും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ടൈം സ്റ്റാമ്പിൻ്റെ കാര്യം പറയണത്, എല്ലാവർക്കും അറിയണതല്ലേന്ന്. ബട്ട് ദർ ആർ സ്റ്റിൽ സ്റ്റുഡൻസ് ഹു ഡോണ്ട് നോ ദീസ്. അതുകൊണ്ടാണ് ഗൈസ്. ആൻഡ് ദിസ് ഇസ് ദി എൻഡ് ഓഫ് ദ വീഡിയോ. ബൈ.